ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക്, പിന്നെ ജീരകം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഒരു പച്ചമുളക്, ഇത്രയിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ മുട്ടപ്പുട്ട്. അത് ഞാനായിട്ടങ്ങ് പേരിട്ടതാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല കേട്ടോ, രാത്രിയും നമുക്ക് കഴിക്കാം. സാധാരണ തട്ടുകടകളിലൊക്കെ അത് കൂടുതൽ കാണുക. കാരണം ഈ ഉണ്ടാക്കി വെച്ച പുട്ട് ബാക്കി വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു തട്ടുപൊളിപ്പം പരിപാടിയാണ് അതൊരു മുട്ടപ്പുട്ടാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന പുട്ടല്ല, ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് അത് പിന്നെ മുട്ടപ്പുട്ടാക്കി മാറ്റുകയാണ് ചെയ്തത്. കാരണം ഇവിടെ പഴമോ കറികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ വേറൊരു കറി വേണ്ട. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം വഴറ്റി വന്നപ്പോൾ തക്കാളിയും ചേർത്ത് വഴറ്റി അതിന് ശേഷം നമ്മൾ പൊടികൾ ഓരോന്നായിട്ടങ്ങ് ചേർക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാലയും, വേറെ ഒരുപാട് പൊടികളൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടങ്ങ് വഴറ്റുക. അപ്പോൾ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ഈ സമയത്താണ് കേട്ടോ ഇനി ഉപ്പ് ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ചായ അടുപ്പത്ത് വെച്ചു. അപ്പോൾ മുട്ടപ്പുട്ട് റെഡിയായി വരുമ്പോഴേക്കും ചായയും റെഡിയായി കിട്ടുമല്ലോ. ഇനി ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. എനിക്ക് തേങ്ങയുടെ അളവ് കൂടുന്നത് ഇഷ്ടമായതുകൊണ്ട് അങ്ങ് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പുട്ടിന് എത്രമാത്രം ഉപ്പുണ്ടെന്ന് അങ്ങനെ നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ മുട്ടപ്പുട്ടിനുള്ള മസാലയ്ക്ക് ഇച്ചിരി ഉപ്പങ്ങ് കുറച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ പൊടിയും തിളച്ച് വന്നപ്പോൾ ഞാൻ പാലങ്ങ് ഒഴിച്ചു. ഈ 2 മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടപ്പുട്ടിൻ്റെ മസാല റെഡിയായി കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാക്കി വന്ന പുട്ട് ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ് മുട്ടപ്പുട്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെയാണ് പുട്ടുണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയ പുട്ടൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ 1 കഷ്ണമോ 2 കഷ്ണമൊക്കെ ബാക്കി വരും. ഇതാണെങ്കിൽ ചിലപ്പോൾ കഴിക്കാനും ആളുണ്ടാവില്ല, കുട്ടികൾക്കാണെങ്കിൽ ഒട്ട് വേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ മുട്ടപ്പുട്ടാക്കി അങ്ങ് മാറ്റിയെടുക്കണം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടപ്പുട്ട് ഇതാ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പുട്ട് നമ്മൾ നന്നായിട്ടങ്ങ് പൊടിച്ച് ചേർത്തോളുക. ഇനി പുട്ടങ്ങ് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ആവി കയറിയാൽ മതി. അപ്പോൾ പുട്ട് കുറച്ചുകൂടി അങ്ങ് സോഫ്റ്റ് ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടപ്പുട്ട് റെഡി ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ പുട്ട് ബാക്കി വന്നാൽ എന്ത് ചെയ്യുന്നിടത്ത് വിഷമം വേണ്ടല്ലോ. നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ച് ബാക്കി വന്നിരുന്ന ഇച്ചിരി നമുക്ക് മെനക്കേടുണ്ടാക്കുന്ന സാധനമാണ് പുട്ട്. കാരണം തണുത്ത് കഴിഞ്ഞാൽ അതങ്ങ് കല്ലച്ച് പോകുമല്ലോ. അപ്പോൾ ഇനി ആരും അതോർത്ത് വിഷമിക്കാനായിട്ട് ഉടനെ തന്നെ അങ്ങ് മുട്ടപ്പുട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഇതാ കണ്ടോ, മുട്ടപ്പുട്ട് റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ ചായയും റെഡിയായി കഴിഞ്ഞു. അത്രയും സമയം മതിയെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ പഴയ കപ്പിനെ വീണ്ടും പുറത്തിറക്കി വയ്ക്കുവാണ് കേട്ടോ. ഇന്ന് ഈ കപ്പിലങ്ങ് ചായ കുടിച്ചേക്കാമെന്ന് കരുതി. കാരണം നമ്മൾ വളരെ കുറച്ച് അളവിലല്ലേ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞു കപ്പ് തന്നെ ധാരാളമാണ്. ഇനി പുട്ടങ്ങ് വിളമ്പിയാലോ? ഇത് കണ്ടിട്ട് പുട്ടെന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടായിരിക്കില്ല അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നും വീട്ടിൽ പുട്ടാണെന്ന് പരാതി പറയുന്നവരുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ പുട്ട് കഴിക്കുകയും ചെയ്യും, എന്നാൽ പുട്ടാണെന്നിട്ട് അവരറിയത്തുമില്ല. എന്നാൽ ഞാൻ ഈ മുട്ടപ്പുട്ട് ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളി സാധനമാണ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ല കേട്ടോ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കണേ. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ഇന്ന് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ ആദ്യത്തെ വിളവെടുപ്പ് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ആദ്യമായിട്ട് കായ്ച്ച തക്കാളികളൊക്കെ ഒന്ന് പഴുത്തു. അത്ര അങ്ങ് പുഷ്ടിച്ചിട്ടൊന്നുമില്ല, ചെറിയ കേടൊക്കെ ഉണ്ട്. എന്നാലും മുറിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ തോട്ടത്തിൽ ഞാൻ നട്ട് വളർത്തിയ ആദ്യത്തെ 5 തക്കാളികൾ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ അകത്ത് 2 എണ്ണമാണ് നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. പലതിലും കേടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചൂട് കൂടിയിട്ട് അങ്ങ് പൊട്ടിപ്പോയേക്കുന്നതാണ് 2-3 എണ്ണം. ഇവിടെ ഭയങ്കര ചൂടാട്ടോ, എല്ലാം തന്നെ അങ്ങ് കരിഞ്ഞു പോകുന്ന ചൂടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, ആദ്യം ഉണ്ടായ ക്യാപ്സിക്കം പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോയി. ഇത് പിന്നീട് വന്നൊരു 3-4 ക്യാപ്സിക്കം കൂടിയുണ്ട്. ഇത് കുഴപ്പമില്ലാതെ കിട്ടുമായിരിക്കും.
പിന്നെ നമ്മുടെ വെള്ളരി മാത്രം ഇതുവരെ പൂവിടുന്നുണ്ടെന്നുള്ളതല്ലാതെ അതിനകത്തൊന്നും കായ്ക്കുന്നില്ല കേട്ടോ. ഭയങ്കര കരിവാണ്. ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്നിട്ട് പോലും പലതും ഇങ്ങനെ കരിഞ്ഞ പോലെ നിൽക്കും. അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ഇന്ന് രാവിലെ നമ്മൾ പുട്ടും മുട്ടയല്ലേ കഴിച്ചത്. അപ്പോൾ ഉച്ചയൂടെ കംപ്ലീറ്റ് അങ്ങ് വെജിറ്റേറിയൻ ആക്കിയേക്കാമെന്ന് കരുതി. ഇന്ന് ഒരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളിലൊന്നാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് വഴറ്റുവാണ് കേട്ടോ. അപ്പോൾ ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഉള്ളി അവിടെ നിന്ന് വഴണ്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പാനിൽ പാവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ ഒരു കുപ്പി ഏകദേശം തീരാറായി. അടുത്ത കുപ്പിയിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചൊക്കെ തീരാറായിട്ടോ. കാരണം നമ്മൾ ഈ നാടൻ കറികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ചിലവുണ്ട്. വെളിച്ചെണ്ണ അങ്ങ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അങ്ങ് കടുക് ഇടുവാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന കടുക് ശരിക്കും അതാണ് കടുക്, പിരിപിരാന്നുള്ള കടുക. അതങ്ങ് പൊട്ടി വന്നപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്തു. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ ആ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ടു. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് അങ്ങ് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന പാവയ്ക്ക് നല്ല കയ്പ്പാണെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചൊന്നത് കഴുകി എടുത്ത ശേഷം കറിയിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന പാവയ്ക്ക് അത്യാവശ്യം കയ്പ്പുണ്ട്, പക്ഷേ എനിക്ക് ആ കയ്പ്പ് അങ്ങ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വിനാഗിരി ഇട്ട് കഴുകിയിട്ടില്ല. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ്. മുളക് പൊടി ചേർക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കറി കുറച്ച് മഞ്ഞച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം. അത് നമ്മുടെ ഈ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചല്ല കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒന്ന് വേവിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പണി എളുപ്പമുണ്ട്. പക്ഷേ എനിക്ക് ഈ മസാല കിടന്ന് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതിൻ്റെ അകത്ത് കിടന്ന് വേവുന്നതാണ് ഉരുളക്കിഴങ്ങിന് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാതെ തന്നെ അങ്ങ് ചേർത്തു. അപ്പോൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഉപ്പ് പിടിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ പാവയ്ക്കാത്തവരുടെ കാര്യം മറക്കല്ലേ, അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമല്ലേ, ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ ഞാൻ പാവയ്ക്ക് വേവിക്കാൻ നേരത്തെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മൂടി വെച്ച് ആ ആവി തന്നെയാണ് വേവിക്കുന്നത്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനല്ല എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചൂടുവെള്ളം പാവയ്ക്കത്തോളിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ പാവയ്ക്ക അടിക്ക് പിടിക്കും. ഇനി പാവയ്ക്ക് വെന്ത് വരുന്നവരെയും അതേപോലെ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നവരെയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ പേര് ചോദിച്ചത് ചേച്ചി ചേർക്കുന്ന കറിവേപ്പില എന്തെങ്കിലും കറുത്തിരിക്കുന്നതെന്ന്. ശരിക്കും ഞാനിവിടെ ഫ്രീസറിലാണ് കറിവേപ്പില സൂക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ കറിവേപ്പില ചിലപ്പോൾ പുറത്തേക്ക് എടുത്തു വയ്ക്കും. അങ്ങനെ അത് കറുത്ത് പോകണേട്ടല്ലോ. അത് കേടായ കറിവേപ്പിലയൊന്നുമല്ല. ഇന്ന് ഞാൻ അതുകൊണ്ട് ശ്രദ്ധിച്ച് ആ കറി ഉണ്ടാക്കാൻ നേരത്തെ മാത്രമാണ് കറിവേപ്പില പുറത്തേക്ക് എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നു. ഞാനതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്തു. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് അങ്ങ് ഇരട്ടിക്കുക. അപ്പോൾ ഞാൻ 1-ാം പാൽ 2-ാം പാൽ എന്നുള്ള രീതിയിലല്ല, ഞാനൊരു 3/4 കപ്പ് തേങ്ങാപ്പാൽ, ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാൽ, അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത്, അങ്ങനെ മൊത്തം 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തത്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് എൻ്റെ പാവയ്ക്കയും വെന്ത് വന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ തേങ്ങ ചേർക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തേങ്ങ ചേർക്കുമ്പോൾ ആ പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ചങ്ങ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ വിനാഗിരി ചേർക്കാതെ തന്നെ എന്നാൽ പാവയ്ക്കയുടെ ആ കയ്പ്പ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പാവയ്ക്കത്തോരനായില്ലേ. അപ്പോൾ ഞാൻ മുളക് ചേർത്ത് കുറച്ച് കുറഞ്ഞു പോയായിരുന്നു, എരിവ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ പാവയ്ക്കത്തോരനും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ചോറിനാൻ പോവുകയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ മട്ട അരി കൊണ്ടുള്ള ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് കറി ഭയങ്കര നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കാരണം ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട് ഈ കിഴങ്ങ് കറിക്ക്. ചിക്കനില്ല, അതുകൊണ്ട് പിന്നെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഈ പാവയ്ക്കയുടെ ചെറിയൊരു കയ്പ്പ് കലർന്ന ഒരു മധുരം ഉണ്ടല്ലോ തേങ്ങയുടെയൊക്കെ, അതിങ്ങനെ വരുമ്പോൾ ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ.
ഈ ഉരുളക്കിഴങ്ങ് കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചയമ്മണി നമുക്കൊന്ന് പുറത്ത് പോയി ഒരു ഗ്ലാസ് ചായ കുടിച്ചാലോ, എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകിട്ട് നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റാർബക്സിൽ കയറിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ 1-2 പ്രാവശ്യം അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കടയുടെ ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് ശരിക്കും ഒരു കോഫി ഷോപ്പിൽ കയറിയ പോലെയല്ല തോന്നുന്നത്, ഏതൊരു വലിയൊരു അടിപൊളി ഫാക്ടറി ചെന്ന പോലെ. കാരണം അവിടെ ഫ്രഷ് കോഫി ബീൻസ് പൊടിച്ചെടുക്കുന്നതാണെന്ന് തോന്നും. നല്ല കോഫിയുടെ മണമാണ് ഇതിനകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ. ഇവിടെയാണെങ്കിൽ കോവിഡ് കേസൊക്കെ കുറഞ്ഞ കാരണം ഇപ്പോൾ കോഫി ഷോപ്പിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള പെർമിഷനായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയി നോക്കിയതാണ്. ഞാനൊരു ഐസ്ഡ് കോഫിയും പിന്നെ ഈ ചായം വാങ്ങിച്ച സാധനത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചായ കൂടി ഇവിടെ നിന്നായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഈ വിശേഷങ്ങളുടെ ഇടയിൽ കുറച്ച് ബിഹൈൻഡ് ദ സീൻസും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പൊട്ടത്തരങ്ങളും വിശേഷങ്ങളും ഒക്കെ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ബൈ.